തുടക്കത്തിൽ തന്നെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. പല യുദ്ധങ്ങളും സംഘർഷങ്ങളും കണ്ട വാരങ്ങളാണ് കടന്നുപോയത്. പലയിടത്തും സമാധാനം പുലർന്നു, ചിലയിടത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റു ചിലയിടത്ത് പുതിയ സംഘർഷങ്ങൾക്ക് കോപ്പുകൂട്ടുന്നുമുണ്ട്. ഗാസയിലെ മനുഷ്യഹത്യ, റഷ്യ യുക്രൈൻ യുദ്ധം, ഇന്ത്യ പാക് സംഘർഷം, സുഡാനിലെ ആഭ്യന്തര കലാപം, ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ജിൻസി പ്രക്ഷോഭങ്ങൾ തുടങ്ങി നിരവധി ജീവനുകൾ പൊലിഞ്ഞ നാളുകൾ. ഈ പുതുവർഷത്തിൽ സമാധാനത്തിന്റെ നാളുകൾ പുലരുമെന്ന വിശ്വാസത്തോടെ ഭൂലോകം ആരംഭിക്കുകയാണ്. നോക്കാം പോയ വാരത്തെ ഭൂലോക കാഴ്ചകളിലേക്ക്. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ രാജ്യം, ആരെയും വകവയ്ക്കാത്ത ഭരണാധികാരി. ഉത്തര കൊറിയയും കിം ജോങ് ഉന്നും വീണ്ടും ചർച്ചയാവുകയാണ്. കിം ഒരുക്കിയ പുതിയ നടപടി സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും തലവേദന സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ്. ഇത്തവണ കടലിനടിയിലാണ് കിമ്മിന്റെ ചെക്ക്. ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ആണവോർജ അന്തർവാഹിനി ഏതാണ്ട് പൂർത്തിയായെന്നാണ് വിവരം. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഉത്തര കൊറിയൻ മണ്ണിൽ നിന്ന് പുറത്തുവരുന്ന ഈ വാർത്തകൾ ലോകശക്തികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് വൻശക്തിയെയും നേരിടാൻ തയ്യാറെന്ന കിം ജോങ് ഉന്നിന്റെ ആത്മവിശ്വാസം ഈ കൂറ്റൻ അന്തർവാഹിനിയിലൂടെ വെളിവാകുകയാണ്. ഏകദേശം 8700 ടൺ ഭാരമുള്ള അതിശക്തമായ സ്ട്രാറ്റജിക് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിം ജോങ് ഉന്നിൻ നേരിട്ടെത്തിയാണ് പരിശോധിച്ചത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭീഷണികളെ ചെറുക്കാൻ തന്റെ നാവികസേനയെ അത്യാധുനിക ആണവ മിസൈലുകൾ കൊണ്ട് സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ദക്ഷിണ കൊറിയ സ്വന്തമായി ആണവ അന്തർവാഹിനി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതും അമേരിക്ക ഇതിന് അംഗീകാരം നൽകിയതും മുന്നിൽ കണ്ടുകൂടിയാണ് കിമ്മിന്റെ ഈ സുപ്രധാന നീക്കം. ഇതിനു പുറമെ കടലിനടിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന മറ്റ് രഹസ്യ ആയുധങ്ങളുടെ ഗവേഷണത്തെക്കുറിച്ചും വിവരമുണ്ട്. മറ്റൊന്ന്, അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ ചേർന്ന് മേഖലയിൽ നടത്തുന്ന സൈനികാഭ്യാസങ്ങൾ നാറ്റോയുടെ ഏഷ്യൻ പതിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കമാണെന്നും ഉത്തര കൊറിയ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ തങ്ങളുടെ പ്രതിരോധ മേഖലയിൽ കൈവരിച്ച ഈ മുന്നേറ്റം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. സോവിയറ്റ് യൂണിയൻ ആദ്യം വികസിപ്പിച്ചെടുത്ത റോമിയോ ക്ലാസ് അന്തർവാഹിനി രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ് ഈ ആണവ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അന്തർവാഹിനിക്ക് ഊർജം പകരുന്നത് ഒരു ആണവ റിയാക്ടറായിരിക്കും. ഇതുമൂലം പരിധിയില്ലാത്ത ദൂരം കൈവരിക്കാൻ അന്തർവാഹിനിക്കാകും. ഉപഗ്രഹ ആശയവിനിമയ സംവിധാനം, നാവിഗേഷൻ റഡാർ സംവിധാനം എന്നിവയുൾപ്പെടെ നൂതന സെൻസറുകളും അന്തർവാഹിനിയിൽ ഉണ്ടായിരിക്കും. ടോർപിഡോകൾ, മൈനുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങളും ഇതിലുണ്ടാകും. അന്തർവാഹിനികൾക്ക് പുറമെ കോർവൈറ്റുകൾ, പെട്രോൾ ബോട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനവും ഉത്തര കൊറിയ നടപ്പാക്കി വരികയാണ്. ഈ മേഖലയിൽ ഉത്തര കൊറിയയ്ക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നതിനാൽ ആണവ അന്തർവാഹിനി പദ്ധതി പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്.
ദക്ഷിണ കൊറിയ മാത്രമല്ല, ഉത്തര കൊറിയയുടെ ഈ മുന്നേറ്റത്തിൽ അമേരിക്കയ്ക്കും മതിയായ ആശങ്കയുണ്ടെന്ന് നിസ്സംശയം പറയാം. റഷ്യയെയും മറ്റ് സഖ്യകക്ഷികളെയും ഒപ്പം നിർത്തി ശത്രുക്കൾക്കെതിരെയുള്ള കിമ്മിന്റെ ഈ അണ്ടർ വാട്ടർ നീക്കം അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തും. അതായത്, ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ കടലിനടിയിൽ നിന്ന് പോലും പോർമുഖം തുറക്കാൻ ഉത്തര കൊറിയ മുതിർന്നേക്കും. അതിനാൽ വരും ദിവസങ്ങളിൽ കിമ്മിന്റെ നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. യുദ്ധക്കളത്തിലെ നിയമങ്ങൾ മാറുകയാണ്. ഇനി കരുത്തുറ്റ ആയുധങ്ങളല്ല, മറിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയാണ് വിജയത്തെ നിർണ്ണയിക്കുന്നത്. ചിന്തിക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുമ്പേ ലക്ഷ്യസ്ഥാനത്തെ തകർത്തെറിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ന് ലോകശക്തികളുടെ ആയുധശേഖരത്തിലെ പ്രധാനിയാണ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ ആകാശത്ത് തന്ത്രങ്ങൾ മെനയുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ഈ മിസൈലുകൾ. ഹൈപ്പർസോണിക് ആയുധങ്ങൾ പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനം മറികടക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. ശബ്ദവേഗതയുടെ 5 ഇരട്ടി, അതായത് മണിക്കൂറിൽ 6100 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത്. ഈ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതിശക്തമായ താപം സൃഷ്ടിക്കപ്പെടും. ഈ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ പ്രത്യേകതരം വസ്തുക്കളും നൂതനമായ ഗൈഡൻസ് സംവിധാനങ്ങളും ഈ മിസൈലുകൾക്ക് അത്യാവശ്യമാണ്. റഡാറുകൾക്ക് ഇവയെ ട്രാക്ക് ചെയ്യാനോ പ്രതിരോധ ശൃംഖലകൾക്ക് ഇവയെ തടയാനോ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. RGV സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ മിസൈലുകൾക്ക് ദിശയും വേഗതയും അനിയന്ത്രിതമായി മാറ്റാനും കഴിയും. ഉപഗ്രഹങ്ങൾ, ഭൂഗർഭ താവളങ്ങൾ പോലുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇവ വിക്ഷേപിക്കാൻ കഴിയുമെന്നതും ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയായി കണക്കാക്കുന്നു. ഈ മിസൈലുകൾ 2 തരത്തിലുണ്ട്: ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ, ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നിവയാണത്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിലെത്തിയ ശേഷം വേർപെട്ട് പ്രവചനാതീതമായ പാതകളിലൂടെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കും. എന്നാൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ തുടർച്ചയായ ഹൈപ്പർസോണിക് വേഗത നിലനിർത്തിക്കൊണ്ട് സഞ്ചരിക്കും. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു പ്രത്യേക പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. അതിനാൽ അവ എവിടെയാണ് വീഴുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പറക്കലിനിടയിൽ എപ്പോൾ വേണമെങ്കിലും പാത മാറ്റാൻ കഴിയും. താഴ്ന്ന ഉയരത്തിലൂടെ പറക്കുന്നതിനാൽ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്താൻ വളരെ വൈകും. ഈ പ്രത്യേകതകളാണ് ഹൈപ്പർസോണിക് ആയുധങ്ങളെ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആയുധമാക്കുന്നത്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ആദ്യം മേൽക്കൈ നേടിയത് റഷ്യയാണ്. അവരുടെ അവാൻഗാർഡ് കിൻസാൽ മിസൈലുകൾ ഇതിനകം തന്നെ ലോകത്തെ ഞെട്ടിച്ചു കഴിഞ്ഞു. ചൈന തങ്ങളുടെ DF-ZF ഗ്ലൈഡ് വാഹനങ്ങളുമായി തൊട്ടുപിന്നാലെയുണ്ട്. അമേരിക്കയാകട്ടെ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള 1ലധികം പദ്ധതികൾ പരീക്ഷിച്ചു വരികയാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഈ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയും ഈ ആയുധ പോരാട്ടത്തിൽ മുൻനിരയിലേക്ക് എത്തിയത് വളരെ വേഗത്തിലാണ്. 10 മിനിറ്റിൽ പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിലെത്തി സ്ഫോടനം നടത്തുന്ന ഒരു ക്രൂയിസ് മിസൈലിനെ സങ്കല്പിച്ചു നോക്കൂ. അതാണ് ഇന്ത്യയുടെ DRDO വികസിപ്പിച്ച പ്രോജക്റ്റ് വിഷ്ണു എന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ബ്രഹ്മോസിന്റെ 3 ഇരട്ടി വേഗതയിലുള്ള ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ പാകിസ്ഥാന്റെ മാത്രമല്ല, ചൈനയുടെയും തുർക്കിയുടെയും വരെ ഉറക്കം കെടുത്തു.
ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗത്തിൽ കുതിക്കുന്ന 1500 കിലോമീറ്റർ അകലെ വരെയുള്ള ശത്രുകേന്ദ്രം കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വൻ വിജയമായത്. പാകിസ്ഥാനെയും ചൈനയെയും ഞെട്ടിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ 3 ഇരട്ടി വേഗതയിൽ കുതിക്കുന്ന മിസൈലാണ് ഇനി LDH-CM. ഇതോടെ ബ്രഹ്മോസിനെ പേടിച്ച് വിറച്ചിരിക്കുന്ന പാകിസ്ഥാന് ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നു. 1000 മുതൽ 2000 കിലോ വരെ സ്ഫോടക വസ്തുക്കളുള്ള പോർമുന ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ കുതിപ്പിന് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച സ്ക്രാം ജെറ്റാണ് ഉപയോഗിക്കുക. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ വലിച്ചെടുത്ത് അതുപയോഗിച്ച് ഇന്ധനം കത്തിച്ച് പ്രവർത്തിക്കുന്നതാണ് സ്ക്രാം ജെറ്റ്. ഈ സ്ക്രാം ജെറ്റ് വരുന്നതോടെയാണ് വേഗത കൂടുന്നത്. ഇതിന്റെ പോർമുനയ്ക്ക് 1000 മുതൽ 2000 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനാകും. വേണമെങ്കിൽ ആണവായുധവും വഹിക്കാനാകും. ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ പറക്കുന്നതിനാൽ റഡാറുകൾക്ക് രേഖപ്പെടുത്താനാവില്ല എന്നതാണ് ഈ ക്രൂയിസ് മിസൈലുകളുടെ മെച്ചം. കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഈ ഹൈപ്പർസോണിക് മിസൈൽ തൊടുക്കാൻ കഴിയും. 2000 ഡിഗ്രി ഊഷ്മാവ് വരെയുള്ള ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കാനും സാധിക്കും. മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കും. ഒരു സാധാരണ യാത്രക്കാർ തന്നെ മണിക്കൂറിൽ 100 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ കുതിക്കുമ്പോൾ പോലും സാധാരണക്കാരായ നമ്മൾ അമ്പരന്ന് പോകാറുണ്ട്. അപ്പോൾ മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വേഗത ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ശത്രു ലക്ഷ്യത്തിൽ പതിച്ച് ഉഗ്രസ്ഫോടനം നടത്താൻ ഈ ഹൈപ്പർസോണിക് മിസൈലിന് സാധിക്കും. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ശക്തിയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഭാവിയിലെ യുദ്ധക്കളങ്ങളിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാകുമ്പോൾ ഹൈപ്പർസോണിക് ശേഷിയുള്ള രാജ്യങ്ങൾക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം. ഇന്ത്യയുടെ ഈ രംഗത്തെ കുതിപ്പ് ലോകശക്തികൾക്കിടയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നതിൽ തർക്കമില്ല. ഭാവിയിലെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ടല്ല, മറിച്ച് പ്രകാശവേഗതയിൽ പായുന്ന ലേസർ രശ്മികൾ കൊണ്ടായിരിക്കും. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഈ അത്ഭുത ആയുധങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അയൺ ബീം പോലുള്ള സംവിധാനങ്ങൾ ശത്രുവിൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളയുന്നത് എങ്ങനെയാണ്? പരിശോധിക്കാം. ചെലവ് കുറഞ്ഞ ആയുധമെന്ന നിലയിലാണ് ലേസർ ആയുധങ്ങളെ കണക്കാക്കുന്നത്. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചെലവാണ് ഓരോ സമയത്തും വേണ്ടിവരിക. എന്നാൽ ഇവ വികസിപ്പിക്കാനും വിന്യസിക്കാനും ആദ്യഘട്ടത്തിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നത്. ഇവ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. ലേസർ ആയുധത്തിന്റെ പവർ മൊഡ്യൂൾ ഒരു എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ വൈദ്യുതിയെ ഫോട്ടോണുകളുടെ അതിസാന്ദ്രമായ ഒരു ബീമാക്കി മാറ്റുകയാണ് ഇതിന്റെ ജോലി. ലക്ഷ്യസ്ഥാനത്തെ നശിപ്പിക്കാൻ ആവശ്യമായ അതിശക്തമായ താപം ഉൽപ്പാദിപ്പിക്കാൻ ഈ ഊർജ്ജ പരിവർത്തനം നിർണായകമാണ്. അയൺ ബീം പോലുള്ള സംവിധാനങ്ങൾ വൈദ്യുതി സംഭരിക്കാൻ കൂറ്റൻ കപ്പാസിറ്റർ ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത്. ഏകദേശം 30 വീടുകൾക്ക് വൈദ്യുതി നൽകാൻ ആവശ്യമായ ഊർജ്ജം ഈ ബാങ്കുകൾക്ക് സംഭരിക്കാൻ കഴിയും. മില്ലി സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ഊർജ്ജം ലേസർ ബീമായി പുറത്തുവരുന്നത്. മൊബൈൽ ലേസർ സിസ്റ്റങ്ങളിൽ സ്ഥലം ലാഭിക്കുന്നതിനായി ലിഥിയം അയൺ ബാറ്ററികളും സൂപ്പർ കപ്പാസിറ്ററുകളും ഉപയോഗിക്കുന്നു. ലേസറുകൾ പ്രവർത്തിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടുന്നു. ഉദാഹരണത്തിന് 100 കിലോവാട്ട് ശേഷിയുള്ള ഒരു ലേസർ 200 കിലോവാട്ട് താപം സൃഷ്ടിക്കും. ആയുധത്തിന്റെ ഒപ്റ്റിക്സ് ഉരുകിപ്പോകാതിരിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. മാത്രമല്ല, ചെറിയ വോൾട്ടേജ് വ്യതിയാനം പോലും ബീമിന്റെ കൃത്യതയെ ബാധിക്കുമെന്നതുകൊണ്ട് വൈദ്യുതി ഒരേ അളവിൽ നിലനിർത്തുന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്.
ഉയർന്ന ശേഷിയുള്ള പവർ മൊഡ്യൂളുകൾ ഉപയോഗിക്കുന്ന ലേസർ ബീമുകൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം കവചങ്ങളെ തുളച്ചു കയറാൻ സാധിക്കും. 7 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് പോലും കൃത്യതയോടെ ഈ ഊർജ്ജം എത്തിക്കാം. പവർ കുറഞ്ഞാൽ ബീം അന്തരീക്ഷത്തിൽ ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. പഴയ കാലത്ത് ഇത്തരം ലേസറുകൾക്ക് ഒരു ബോയിങ് 747 വിമാനം വേണ്ടിവന്നിരുന്നെങ്കിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യയിലൂടെ ഇത് ചെറിയ സ്ട്രൈക്കർ വാഹനങ്ങളിൽ വരെ ഘടിപ്പിക്കാൻ സാധിക്കും. ഭാവിയിലെ ലേസർ ആയുധങ്ങൾ 50%-ലധികം ഊർജ്ജ കാര്യക്ഷമത ലക്ഷ്യമിട്ടാണ് വികസിപ്പിക്കുന്നത്. ഇത് ആയുധങ്ങളുടെ വലിപ്പം കുറയ്ക്കാനും കൂടുതൽ മാരകമാക്കാനും സഹായിക്കും. ലേസർ ആയുധങ്ങൾ ഇതിനോടകം വികസിപ്പിച്ച പല രാജ്യങ്ങളുമുണ്ട്. ഈ നിരയിലേക്ക് ഇന്ത്യയും ചുവടുറപ്പിക്കുകയാണ്. 300 കിലോ വാട്ട് ഊർജ്ജമുള്ള ലേസർ ആയുധമാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്. ദുർഗ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആയുധത്തിന്റെ ആദ്യ പരീക്ഷണം 2027 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുപത് കിലോമീറ്റർ ദൂരത്തു വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഹൈ എനർജി ലേസർ ആയുധമാണ് സൂര്യ. പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് ദുർഗയെ വികസിപ്പിക്കുന്നത്. ഇതിനു പുറമെ ഡ്രോണുകൾ, റോക്കറ്റുകൾ തുടങ്ങിയവയെയും നിർവീര്യമാക്കും. മാത്രമല്ല, കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുമെന്നതിനാൽ ഹൈപ്പർസോണിക് ആയുധങ്ങളെ വരെ പ്രതിരോധിക്കാനുമാകും. ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളും പരമാവധി കുറയ്ക്കാനുമാകും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളും ലേസർ അടിസ്ഥാനമാക്കിയ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. ഈ നിരയിലേക്കാണ് ഇന്ത്യയും എത്തുന്നത്. നിലവിൽ ഈ രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ദുർഗയുടെ ശേഷി ഇവയോട് കിടപിടിക്കുന്നതാണ്. നിലവിൽ അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് 300 കിലോ വാട്ട് കരുത്താണുള്ളത്. ഇതിന്റെ 500 കിലോ വാട്ടിന്റെ ലേസർ ആയുധത്തിന്റെ വികസനത്തിലാണ് അമേരിക്ക. ചൈനയുടെ പണിപ്പുരയിലുള്ള ഷെങ് 1 എന്ന ലേസർ ആയുധത്തിന് 100 കിലോ വാട്ട് ശേഷിയാണുള്ളത്. ഇതിന് 2 കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ നേരിടാനാകൂ. അതുപോലെ സൈനികർക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന 50 കിലോ വാട്ടിന്റെ ലേസർ റൈഫിളും ചൈന വികസിപ്പിക്കുന്നുണ്ട്. 50 കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന അതിശക്തമായ ലേസർ ആയുധം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഇസ്രയേലിന്റെ പക്കലുള്ള അയൺ ബീമിന് 100 കിലോ വാട്ട് ശേഷിയാണുള്ളത്. റഷ്യയും സമാനമായ ആയുധത്തിന്റെ ഗവേഷണത്തിലാണ്. ചെലവ് കുറവാണെന്നതാണ് ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഡ്രോണുകളെയും മിസൈലുകളെയും തുടർച്ചയായി വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്ന ഈ പവർ മൊഡ്യൂളുകൾ അതുകൊണ്ട് തന്നെ സുരക്ഷാ മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറും. അവ കൈവശമുള്ള രാജ്യങ്ങൾക്ക് വരുംകാല യുദ്ധങ്ങളിൽ അജേയമായ മേൽക്കൈ നൽകുമെന്നതിലും സംശയമില്ല. ലോകം വിശേഷിപ്പിക്കുന്ന ആധുനിക വ്യോമപ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ യുദ്ധവിമാനമാണ് റഷ്യയുടെ സുഖോയ് 57. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കാൻ പോവുകയാണ് റഷ്യ. ആകാശത്തെ റഡാർ കണ്ണുകൾക്ക് പോലും കണ്ടെത്താനാകാത്ത വിധം അദൃശ്യനായി വന്ന് മിന്നൽ വേഗത്തിൽ ശത്രുപാളയത്തെ ചുട്ടുചാമ്പലാക്കാൻ ശേഷിയുള്ള സുഖോയ് 57ന്റെ പുതിയ പരിണാമം ലോകരാജ്യങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തും. കേവലം ഒരു പരീക്ഷണമെന്നതിലുപരി റഷ്യയുടെ വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പുതിയ അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ പ്രവർത്തനക്ഷമതയും വേഗതയും ഇരട്ടിപ്പിക്കുന്ന പുതിയ എഞ്ചിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ഇതിനോടകം ആരംഭിച്ചു. യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനിലെയും യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനിലെയും പ്രതിഭകളായ സ്പെഷ്യലിസ്റ്റുകൾ സംയുക്തമായി രൂപപ്പെടുത്തിയ ഈ എഞ്ചിൻ റഷ്യയുടെ
വ്യോമ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റമായാണ് കരുതപ്പെടുന്നത്. പ്രോഡക്റ്റ് 177 എന്നറിയപ്പെടുന്ന ഈ അത്യാധുനിക എഞ്ചിൻ വിമാനത്തിന് നൽകുന്ന കരുത്ത് ആഗോളതലത്തിൽ തന്നെ നിലവിലുള്ള മറ്റേതൊരു യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്നതാണ്. വരും വർഷങ്ങളിൽ റഷ്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന Su-57 വിമാനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ എഞ്ചിൻ പരീക്ഷണങ്ങൾ വലിയ പങ്ക് വഹിക്കും. പരീക്ഷണ പറക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി പ്രകാരം തന്നെ പൂർത്തീകരിച്ചെന്നും എഞ്ചിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചതായും റഷ്യ വ്യക്തമാക്കി. ഈ പുതിയ എഞ്ചിൻ മുൻ തലമുറയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ത്രസ്റ്റ് നൽകാൻ പ്രാപ്തമാണ്. വർദ്ധിച്ച ത്രസ്റ്റ് വിമാനത്തിന്റെ വേഗത, ഉയരത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, കൂടാതെ ഭാരവാഹക ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതോടൊപ്പം ഇന്ധനക്ഷമതയും പരിപാലന സൗകര്യങ്ങളും മെച്ചപ്പെടുന്ന തരത്തിലാണ് എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മൾട്ടി റോൾ ഫ്രണ്ട് ലൈൻ കോമ്പാക്ട് വിമാനങ്ങളാണ് Su-57. വ്യോമ ലക്ഷ്യങ്ങളെ നേരിടുന്നതിന് പുറമെ കരയിലെയും സമുദ്രത്തിലെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിവുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും ഇലക്ട്രോണിക് ജാമിംഗ് ഉൾപ്പെടെയുള്ള സങ്കീർണമായ യുദ്ധപരിസരങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് വിമാനത്തിന്റെ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. Su-57ന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ താഴ്ന്ന നിരീക്ഷണക്ഷമതയുള്ള രൂപകൽപ്പനയാണ്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സാന്നിധ്യത്തിൽ പോലും ശത്രു പ്രദേശങ്ങളിൽ കടന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലാണ് വിമാനത്തിന്റെ ഘടനയും സാങ്കേതിക സംവിധാനങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. പുതിയ എഞ്ചിൻ ഈ സവിശേഷതകളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ദീർഘദൂരം പറക്കാനുള്ള ശേഷിയും യുദ്ധ സാഹചര്യങ്ങളിലെ പ്രതികരണ വേഗതയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത് സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. റഷ്യയുടെ ആകാശ മേധാവിത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പരീക്ഷണം വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്താനുള്ള ഈ പോർവിമാനത്തിന്റെ ശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ് റഷ്യയുടെ ലക്ഷ്യം. മാത്രമല്ല, പുതിയ എഞ്ചിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ പൂർത്തിയാകുന്ന പക്ഷം ആഗോള പ്രതിരോധ വിപണിയിൽ റഷ്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. റഷ്യ യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ ഒന്നായി ഈ യുദ്ധം മാറിയിരിക്കുന്നു. 10,000-കണക്കിന് ജീവനുകൾ പൊലിഞ്ഞു. ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. സമാധാനം ഉടൻ പുലരുമെന്ന വാർത്ത കേൾക്കാൻ ലോകം ഉറ്റുനോക്കുകയാണ്. പുതുവർഷത്തിൽ അങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു. ഇനി അടുത്ത വർഷം കാണാം. അതുവരേക്കും MG മിഥുൻ സൈനിങ് ഓഫ്.